പണ്ട് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, അതിലിപ്പോൾ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ പൈസയ്ക്ക് പോയാലും ഒരു 2-3 കൊല്ലം പാർട്ട് ടൈം ജോലി എടുത്താൽ തന്നെ തീരുന്നതേ ഉള്ളൂ ഇത് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഇവിടുത്തെ ഏജൻസീസ് എല്ലാം പറയുന്നതാണ്, നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കൊണ്ട് ഫീസ് അടയ്ക്കാം, അവിടെ ആപ്പിൾ പറിക്കാൻ പോയാൽ ഇത്ര രൂപ കിട്ടും, അങ്ങനെ വളരെ അധികം കേട്ടാൽ സ്ട്രോബെറി പറിക്കാൻ പോയാൽ കിട്ടും. അതൊന്നും ഒട്ടും റിയാലിറ്റി അല്ല. ഞങ്ങളവിടെ താമസിക്കുന്ന നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ സ്ട്രഗിൾസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. നിങ്ങളിനി എത്ര അധികം ജോലി ചെയ്താലും നിങ്ങളുടെ അവിടെ അക്കോമഡേഷൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു നാടാണ് ഓസ്ട്രേലിയ. ഫുഡും നല്ല കോസ്റ്റ്ലിയാണ്. അവർക്ക് കാറ് വേണം, അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ എന്താണോ അതെല്ലാം നോക്കണം. ഇത്തരം കാര്യങ്ങളിൽ ചിലവുകൾ മാത്രം നടന്നു പോകാനുള്ള സാധ്യതകൾ മാത്രമാണ് ഈ ജോലി കിട്ടിയാൽ പോലും ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ ബാങ്കിൻ്റെ ലോണോ അതിൻ്റെ പലിശകളൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്റ്റേ ബാക്ക് വിസയിലാണ് ഇത് പലപ്പോഴും കുട്ടികൾ അടയ്ക്കുന്നത്. സ്റ്റേ ബാക്കിൽ ഇവർക്ക് ഫുൾ വർക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരു മിനിമം സാലറി ഓസ്ട്രേലിയയിൽ ഒരു 60,000 രൂപ, $70,000 ഒക്കെ ഇവർക്ക് ഈസി ആയിട്ട് 1-2 ജോലി കൊണ്ട് ഇവർ മേക്ക് ചെയ്യാറുണ്ട്. അപ്പം നല്ലൊരു രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവൻ PR കിട്ടിയില്ലെങ്കിൽ പോലും ഈ 3 വർഷത്തെ സ്റ്റേ പാക്കിങ് കൊണ്ട് ഇവർക്ക് ലോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും.